ഓക്കെ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഫിസിക്സിൻ്റെ 6ാമത്തെ ചാപ്റ്റർ വർക്ക് എനർജി പവർ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളതിനകത്ത് വർക്കിനെ പറ്റി പറഞ്ഞു, വർക്കിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു, വർക്കിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, വർക്കിൻ്റെ ടൈപ്സ് പറഞ്ഞു, പിന്നെ വർക്കിൻ്റെ പ്രോപ്പർട്ടീസ് അതുപോലെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വർക്കിനെയൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അടുത്തുള്ളത് എനർജിയാണ്. എനർജി നമ്മൾ പറഞ്ഞു, മെയിനായിട്ടുള്ള എനർജി എന്ന് പറയുന്നത് രണ്ട് എനർജിയാണ്, കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ ലാസ്റ്റ് എഴുതിയത് ഒരു ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്ന വാല്യൂ എപ്പോഴും എന്തായിരിക്കും, കൺസേർവ്ഡ് ആയിരിക്കും എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. അത് പ്രൂവ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അവിടെ ഉണ്ടാകുന്ന എനർജിയുടെ ഏതൊക്കെയാണ്? ഒന്ന് പൊട്ടൻഷ്യൽ എനർജിയും മറ്റേത് കൈനറ്റിക് എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? ഒരു വസ്തുവിൻ്റെ ഹൈറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ പൊസിഷൻ കാരണം ആ വസ്തുവിന് കിട്ടുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ദെൻ ആ വസ്തുവിൻ്റെ വെലോസിറ്റി കാരണം അല്ലെങ്കിൽ ആ മൂവ്മെൻറ്റ് കാരണം, ഒരു വസ്തുവിൻ്റെ മൂവ്മെൻറ്റ് കാരണം ഉണ്ടാകുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഒരു ഫ്രീലി ഫാളിംഗ് ബോഡി എടുത്താൽ ചില സമയങ്ങളിൽ കൈനറ്റിക് എനർജിയേ ഉണ്ടാകത്തുള്ളൂ, ചില സമയങ്ങളിൽ പൊട്ടൻഷ്യൽ എനർജിയേ ഉണ്ടാകത്തുള്ളൂ, ചിലപ്പോൾ രണ്ടും കൂടെ കാണും. പക്ഷേ എങ്ങനെ നോക്കിയാലും ഏത് സ്റ്റേജ് എടുത്ത് നോക്കിയാലും ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? എപ്പോഴും ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. അത് mgh എന്ന് പറയുന്ന ഒരു വാല്യൂ തന്നെയാണ് നമ്മൾ പ്രൂവ് ചെയ്തതാണ്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിങ് എന്നാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ഹെഡിങ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിങ് എന്നാണ്. ഇപ്പോൾ സ്പ്രിങ്ങിൻ്റെ എനർജി അതിൽ ആ ഹെഡിങ്ങിൽ തന്നെ ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഇപ്പോൾ സ്പ്രിങ്ങിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി എന്ത് എനർജി ആയിരിക്കുമോ? പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കുമോ കൈനറ്റിക് എനർജി ആയിരിക്കും? ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഈ സ്പ്രിങ്ങിനെ നമ്മൾ വലിച്ച് മൂവ് ചെയ്യിപ്പിക്കുന്ന സമയത്തൊക്കെ ഉണ്ടാവുന്നുണ്ട്, മൂവിങ് ഉള്ളത് കൊണ്ട് കൈനറ്റിക് എനർജി ആയിരിക്കും എന്നുള്ള ഒരു ഇതുണ്ട്. അല്ല, സ്പ്രിങ്ങിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഹെഡിങ്ങിൽ തന്നെ ഉണ്ട് അതിൻ്റെ ആൻസർ, പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിങ് എന്നാണ്. സോ അതിനെ നമ്മളൊരു ഫിക്സഡ് സർഫസിൽ ഒരു സ്പ്രിങ് വെച്ചിട്ടുണ്ട്. ഓക്കെ, എൻ്റെ ഇവിടെ ഒരു മാസ് വെച്ചു. ഈ സ്പ്രിങ്ങിന്റെ മാസ് എം ആക്കി എടുക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇവിടെ ഒരു സർഫസ് ആണ്, ഇതിവിടെ ഇതിനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു സ്പ്രിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് ഒരു മാസ് വലിച്ചെടുക്കുകയാണ്. സോ ഈ മാസിനെ കുറച്ചുകൂടെ ഇങ്ങോട്ട് നീക്കി വരയ്ക്കണ്ട. ഇത്രയേ ഉള്ളൂ നോക്കിയാൽ ഇവിടെ ഫിക്സഡ് ആണ്. ഇവിടുത്തെ ഫോഴ്സ് നമ്മൾ കൊടുത്തിട്ടത് 0 ആണ്. ദെൻ അവിടെ വരുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ 0. അതായത് ചുമ്മാ ഇരിക്കുകയാണ്. ആ മാസ് എം എന്ന് പറയുന്ന മാസ് നമ്മൾ ചുമ്മാ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് ഈ മാസിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇതായിരുന്നു ഇതിന്റെ പൊസിഷൻ. നമ്മളൊന്ന് പിടിച്ചങ്ങോട്ട് വലിച്ചു കേട്ടോ. ഓളങ്ങോട്ട് പേഴ്സ് വലിക്കുന്ന സമയത്ത് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി അല്ലേ? നമ്മൾ ഈ ഫോഴ്സിനെ ഇങ്ങോട്ട് പിടിച്ച് വലിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ഈ ഇതിനെ നമ്മൾ റിലീസ് ചെയ്തെന്ന് വെച്ചോ. നമ്മളറിയാമല്ലോ, സ്പ്രിങ് ഇരിക്കുന്ന നമ്മളിങ്ങനെ വലിച്ചിട്ട് വിട്ട എന്ത് ചെയ്യും? കുറെ കൂടെ ഈ ഇരുന്നതിനേക്കാൾ എന്ത് ചെയ്യും? ചുരുങ്ങിയായിരിക്കും ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഇങ്ങോട്ട് വന്ന് ചുരുങ്ങിയായിരിക്കും ചെയ്യുന്നത്. ഇതിലിങ്ങോട്ട് നെഗറ്റീവിലോട്ടായിരിക്കും എക്സ് പോകുന്നത് അല്ലേ? നമ്മൾ ബലം കൊടുക്കുന്നത് ഇങ്ങോട്ടാണ്, അപ്പൊ ഇങ്ങനെ വളഞ്ഞ് വരും അത്. പക്ഷെ നമ്മൾ റിലീസ് ചെയ്ത ഉടനെ എന്ത് ചെയ്യുന്നത്? ഇങ്ങോട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ 3 ഫിഗറും നോട്ട് ചെയ്യണം അതിനകത്ത്. അപ്പൊ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ആ സ്പ്രിങ്ങിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ മാസ് ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? വെറുതെ ഒന്ന് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ആ മാസിൽ എന്ത് ചെയ്യണം? നമ്മളൊരു ഫോഴ്സ് കൊടുത്ത് ഇങ്ങോട്ട് വലിക്കുകയാണ്. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നത് എങ്ങോട്ടായിരിക്കും? അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ആദ്യം ഈ ഫോഴ്സ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇലോങ്ങേറ്റ് വരും, പക്ഷെ നമ്മൾ അതിനെ റിലീസ് ചെയ്യുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? ബാക്കിലോട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത ഈ ഫിഗർ.
ഓക്കെ, 3 ഫിഗർ നോട്ട് ചെയ്ത് താഴെ നോക്കാം. ഫ്രം ഫിഗർ അത് മതി. ഫ്രം ഫിഗർ നോക്കിയേ, നമ്മള് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. കാരണം നമ്മൾ എത്രത്തോളം കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം എന്ത് ചെയ്യും, ഡിസ്പ്ലേസ്മെന്റും കൂടുതലായിരിക്കും. അപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ്. പക്ഷെ നമ്മളിവിടെ ഒരു മൈനസ് കൊടുക്കാറുണ്ട്. കാരണം നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ഫോഴ്സ് കൊടുത്ത് വലിച്ചു എന്നിട്ട് അതിനെ റിലീസ് ചെയ്യുകയാണെങ്കിൽ അത് പോകുന്നത് നമ്മൾ ഫോഴ്സ് കൊടുത്തതിന്റെ ഓപ്പോസിറ്റ് ആണ്, ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ എന്താണ്, ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും എന്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതുകൊണ്ടാണ് അവിടെ മൈനസ് കൊടുക്കുന്നത്. അപ്പോൾ താഴെ F പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ് എന്ന് എഴുതാം. താഴെ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആർ in opposite direction. Okay, then ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ അവിടെ ഒരു കോൺസ്റ്റന്റ് കൊടുക്കുന്നു. എഫ് പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി കൊടുക്കുന്ന കോൺസ്റ്റന്റ് ആണ് കെ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് വരും, F is equal to minus kx. F is equal to minus kx. F is equal to minus kx. Okay. എഴുതിയോ? Where k is called spring constant. Where k is called spring constant and its unities ന്യൂട്ടൺ പെർ മീറ്റർ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നാടി വരച്ചേക്കണേ. സ്പ്രിംഗ് കോൺസ്റ്റന്റ് യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. ഓക്കെ, ഇനി നോക്കി താഴെ നമ്മൾ ഇപ്പോൾ ഫോഴ്സ് ആയി, താഴെ നമ്മുടെ വർക്ക് വേണം. വർക്കിന്റെ ഫോർമുല എന്താ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ ഇതൊരു ചെറിയ ആയതുകൊണ്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്താണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി എക്സ്, വർക്കിന്റെ ഫോർമുല എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ എഫ് ഡോട്ട് ഡി എക്സ് എന്ന് വരും. എഫ് ഡോട്ട് ഡി എക്സ്. ദെൻ എഫിന്റെ സ്ഥാനത്ത് ഈ വാല്യൂ കൊടുക്കാം, ഇന്റഗ്രൽ മൈനസ് കെ എക്സ് ഡോട്ട് ഡി എക്സ് എന്നാണ്. ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പേ കോൺസ്റ്റന്റ് വാല്യൂസ് പുറത്തെടുക്കണം. അപ്പോൾ മൈനസ് കെ കോമൺ ആയിട്ട് വെളിയിലെടുത്തു, കോമൺ അല്ല കോൺസ്റ്റന്റ് വെളിയിലെടുത്തു, ഇന്റഗ്രൽ എക്സ് ഡി എക്സ് എന്നാണ്. ഇനി അടുത്തൊരു ഫോർമുല അറിയണം. ഇന്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് എന്ന് പറയുന്നത് ഫോർമുലയാണ് എക്സ് റൈസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് വൺ ആണ്. ഓക്കെ, എക്സ് റൈസ് ടു എൻ, എക്സിന്റെ മുകളിൽ പവർ വരികയാണെങ്കിൽ ഫോർമുല എന്ത് എഴുതുന്നു, എക്സ് റൈസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് വൺ എന്നാണ്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടത്തെ പവർ എത്രയാ, എക്സ് റൈസ് ടു വൺ എന്നാണ്. അങ്ങനെ എന്ത് വരും, എക്സ് റൈസ് ടു വൺ പ്ലസ് വൺ ടു ഡിവൈഡഡ് ബൈ വൺ പ്ലസ് വൺ ടു. അപ്പൊ എങ്ങനെ എഴുതും, മൈനസ് കെ എക്സ് സ്ക്വയർ ബൈ ടു എന്നാണ്. ഓക്കെ, വർക്കിന്റെ ഫോർമുല എന്ന് പറയുന്നത് മൈനസ് കെ എക്സ് സ്ക്വയർ എന്നാവും. സോ ഈ വർക്ക് തന്നെയായിരിക്കും എന്തായിട്ട് മാറുന്ന, എനർജി ആയിട്ട് മാറുന്നത്. താഴെ this work is stored in the form of potential energy. This work is stored in the form of potential energy. Potential energy symbol നമ്മൾ കൊടുക്കുന്ന കാരണം u ആണ്, മൈനസ് ഹാഫ് കെ എക്സ് സ്ക്വയർ. കേട്ടോ, മൈനസ് ഹാഫ് കെ എക്സ് സ്ക്വയർ.
ഓക്കെയോ? എഴുതിയാലോ? ഓക്കെ. അപ്പോൾ ആ ടോപ്പിക് കഴിഞ്ഞു. സ്പ്രിംഗ് കോസ്റ്റ്. ഇനി നമുക്ക് ഈ കൈനറ്റിക് നമ്മളെ മറ്റേ ആ ടോപ്പിക്കിൽ വരുന്നതാണ്. ഈ ടോപ്പിക്കിൽ വരുന്നതായാലും ചോദിച്ചാൽ അത് തന്നെയാണ് ഗ്രാഫാണ്. ഒരു ഗ്രാഫാണ് എന്ന് വെച്ചാൽ എനർജി റെപ്രസെന്റ് ചെയ്യുന്നത്, എനർജിയുടെ വേരിയേഷൻസ് കാണിക്കുന്ന ഒരു ഗ്രാഫാണ്. ആ ഗ്രാഫ് എങ്ങനെ വരയ്ക്കുക എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് ആ ഗ്രാഫ് വരയ്ക്കാൻ. ചിലപ്പോൾ ഗ്രാഫ് തന്നിട്ട് കൈനറ്റിക് എനർജി എവിടെ വരും, പൊട്ടൻഷ്യൽ എനർജി എവിടെ വരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രാഫിൽ അതിൽ കൈനറ്റിക് എനർജി ആണെങ്കിൽ നമ്മളെ ഗ്രാഫിൽ നമ്മൾ ആ ഡെറിവേഷൻ ചെയ്ത സമയത്ത് നമ്മൾ പഠിച്ചില്ലേ, കൈനറ്റിക് എനർജി ആദ്യം ഇല്ല. കാരണം കൈനറ്റിക് എനർജി ഒരു വസ്തു മുകളിലിരിക്കുകയാണ്. അപ്പോൾ അവിടെ കൈനറ്റിക് എനർജി അല്ല ഉള്ളത്, പൊട്ടൻഷ്യൽ എനർജിയാണ് ഉള്ളത് അല്ലേ. അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 0-ൽ നിന്നാണ് തുടങ്ങുന്നത്. 0-ൽ നിന്ന് തുടങ്ങി മാക്സിമത്തിൽ എത്തും. എന്നിട്ട് എന്ത് ചെയ്യും? അതൊക്കെ കുറഞ്ഞ് 0 വരും. ഇവിടെ -0 അല്ലെങ്കിൽ മൈനസ് നെഗറ്റീവ് വാല്യൂ, -x +x. Then പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇവിടെ 0 ആണെങ്കിൽ ആ പോയിന്റിൽ മാക്സിമം ആയിരിക്കും. അതങ്ങനെ പക്ഷെ കുറഞ്ഞു വന്ന് 0 വരും, പിന്നെ കൂടി പോയി വരും. ഓക്കെ. അതില് ഈ ഗ്രാഫ് ഇങ്ങനെ കുറഞ്ഞ് വരുന്ന ഗ്രാഫ്, റാ പോലെ വരുന്ന ഗ്രാഫ് കൈനറ്റിക് എനർജിയുടെ ഗ്രാഫാണ്. തിരിച്ച് യു പോലെ വരുന്നത് പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫാണ്. ഈ വരുന്നതിന്റെ ഒരു സ്ട്രെയിറ്റ് ലൈൻ, അതിന് നമ്മൾ പറയുന്നത് ടോട്ടൽ എനർജി എന്നാണ്. അത് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കൂടെ കൂട്ടുന്നതായിരിക്കും. പരീക്ഷയ്ക്ക് ഇത് വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ട്. അല്ലാതെ തന്നിട്ട് പൊട്ടൻഷ്യൽ എനർജിയുടെ പോയിന്റ് എവിടെയാണെന്ന് മാർക്ക് ചെയ്യാനും ചോദിച്ചിട്ടുണ്ട്. പൊട്ടൻഷ്യൽ എനർജിയുടെ കൈനറ്റിക് എനർജിയുടെ വാല്യൂസ് മാർക്ക് ചെയ്യാനും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുകൂടെ ഒന്ന് നോട്ട് ചെയ്തെടുത്തേ. എഴുതിയല്ലോ. അടുത്ത സബ് ഹെഡിങ് ആയിട്ട് കൺസർവേറ്റീവ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ്. കൺസർവേറ്റീവ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ്. കൺസർവേറ്റീവ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ്. അതിന്റെ സബ് ഹെഡിങ് കൺസർവേറ്റീവ് ഫോഴ്സസ്. കൺസർവേറ്റീവ് ഫോഴ്സസ്. കൺസർവേറ്റീവ് ഫോഴ്സസ്. താഴെ അതിനോട്ട് എഴുതി ഞാൻ പറഞ്ഞുതരാം. വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ്, വർക്ക് ഡൺ ബൈ ദി ഫോഴ്സ്, വർക്ക് ഡൺ ബൈ ദി ഫോഴ്സ് ഈസ്, വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഈസ് does not depend the path followed. Work done by the force does not depend the path followed, comma, it only related to its initial and final position. Its initial and final positions. Its initial and final position. അതായത് ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിന്റെ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇനിഷ്യൽ പോയിന്റ് എവിടെയാണ്, തുടക്കം എവിടെയാണ്, ഫൈനൽ പോയിന്റ് എവിടെയാണ്, അവസാനം എവിടെയാണ്, അവിടെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. അല്ലാതെ ഏത് വഴിയാണ് ഇത് പോകുന്നത്, അതായത് പാത്തിന് ഡിപ്പെൻഡബിൾ അല്ല. അതിനെയാണ് എന്ത് പറയുന്നത്, കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനിഷ്യൽ പൊസിഷനെയും ഫൈനൽ പൊസിഷനെയും മാത്രമേ നോക്കുന്നുള്ളൂ, റിലേറ്റ് ചെയ്യുന്നുള്ളൂ എങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ രണ്ടുണ്ട്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, ഇലാസ്റ്റിക് ഫോഴ്സ് ഉണ്ട്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ട്, മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്, ഇലാസ്റ്റിക് ഫോഴ്സ് ഉണ്ട്, എല്ലാം വരും കേട്ടോ.
ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അങ്ങനെ 3 കാര്യങ്ങളുണ്ട്. അങ്ങനെ എഴുതിയാൽ മതി. രണ്ടാമത്തെ അപ്പം നോൺ കൺസർവേറ്റീവ് ആണ്. നോൺ കൺസർവേറ്റീവ് ആണെങ്കിൽ ഇപ്പം എന്തായിരിക്കും? പാത്തിനെ കൂടെ എന്ത് ചെയ്യും? ഡിപ്പെൻഡബിൾ ആണ്. ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഈസ് ഡിപ്പെൻഡ് ദ പാത്ത് ട്രാവേഴ്സ്ഡ്. ഇപ്പൊ താഴെ നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ്. These forces are in these forces, അത് മതി. in these forces work done is path dependent. പാത്ത് ഏത് വഴിയിലൊക്കെ കൂടെയാണ് പോകുന്നത് ആ പാത്തിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നതാണ് എന്ത്? നമ്മുടെ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഫ്രിക്ഷണൽ ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ് എക്സെട്ര. ഫ്രിക്ഷണൽ ഫോഴ്സും വിസ്കസ് ഫോഴ്സും ഒക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് എന്ന് പറയുന്നത് വർക്ക്, എനർജി, പവർ എന്നാണ്. അതിൽ വർക്കിനെ പറ്റിയും ഏകദേശം എനർജിയെ പറ്റിയും ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞു. അടുത്ത ഹെഡിങ് പവർ. വർക്ക് പഠിച്ചു, എനർജി പഠിച്ചു. അടുത്ത് നമ്മൾ പഠിക്കുന്നത് എന്താണ്? പവറിനെ പറ്റിയാണ്. ഓക്കെ, പവറിന് നമ്മൾ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ പി ആണ്. പവറിന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് വർക്ക് ബൈ ടൈം എന്നാണ്. പവറിന്റെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ബൈ ടൈം എന്നാണ്. അതില് ഇതൊരു ഫോർമുലയാണ്. ഈ വർക്കിന്റെ ഫോർമുല എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്നാണ്, ബൈ ടൈം എന്നാണ്. അല്ലേ? വർക്കിന്റെ ഫോർമുല ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്നാണ്, ഡിവൈഡ് ബൈ ടൈം ഉണ്ട്. അതില് പി ഈസ് ഈക്വൽ ടു എഫ് ഉണ്ട്. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്താ? വെലോസിറ്റി. അപ്പൊ ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട് പവറിന്. ഓക്കെ, പവറിന്റെ മെയിൻ ഫോർമുല, ബേസിക് ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ബൈ ടൈം എന്നാണ്. വർക്ക് ബൈ ടൈം ആണ് പവർ എന്ന് പറയുന്നത്. അല്ലാതെ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി എന്നുള്ള ഒരു ഫോർമുല ഉണ്ട്. പവർ എന്ന് പറയുന്ന ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. പവർ എന്ന് പറയുന്നത്. ഇതിന്റെ യൂണിറ്റ് നോക്കാം. വർക്കിന്റെ യൂണിറ്റ് എന്താ? വർക്കിന്റെ എനർജിയുടെ യൂണിറ്റ് നമ്മൾ പറയുന്നത് ജൂൾ എന്നാണ്. സമയത്തിന്റെ സെക്കൻഡ് ആണ്. അപ്പൊ ജൂൾ പെർ സെക്കൻഡ് എന്നൊരു യൂണിറ്റ് ഉണ്ട്. അല്ലാതെ SI സിസ്റ്റത്തിൽ ചോദിക്കുകയാണെങ്കിൽ വാട്ട് ആണ് യൂണിറ്റ്. പവറിന്റെ യൂണിറ്റ് എന്താണ്? വാട്ട് ആണ് യൂണിറ്റ്. കേട്ടോ, SI സിസ്റ്റത്തിലെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? വാട്ട്സ് ആണ്. അത് കൂടാതെ പവറിന് കുറച്ച് വലിയ യൂണിറ്റ് ഉണ്ട്. പണ്ടത്തെ എന്തായാലും ഇപ്പോഴും ഉണ്ട്. നമ്മളെ മോട്ടോറൊക്കെ ഇല്ലേ, വീട്ടിലെ പമ്പ് ഉപയോഗിക്കുന്ന മോട്ടോറൊക്കെ, അതിലൊക്കെ പറയുന്നത് പവറിന്റെ യൂണിറ്റ് ഹോഴ്സ് പവർ എന്നാണ്, HP ആയിട്ടാണ് പറയുന്നത്. കേട്ടോ, ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 746 വാട്ട് ചേരുന്നതാണ്. കേട്ടോ, അപ്പൊ അതുകൊണ്ടൊന്ന് പറഞ്ഞ് ചോദിക്കണം. പവറിന്റെ ഒരു യൂണിറ്റ് തന്നെയാണ് ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. വലിയ എന്താണ് മെഷീൻസിലൊക്കെ നമ്മൾ പവർ പറയുന്നത് വാട്ടിലല്ല, ഹോഴ്സ് പവറിലാണ്. ഒരു ഹോഴ്സ് പവർ കുറച്ച് വലിയ യൂണിറ്റ് ആണ്. ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 746 വാട്ടാണ്. 746 വാട്ട് ചേരുമ്പോഴേ എന്താവും? ഒരു ഹോഴ്സ് പവർ ആയിട്ട് മാറും. ദെൻ നമ്മുടെ കോമൺ ആയിട്ട് ഈ വാട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് കേൾക്കുന്ന ഒരു യൂണിറ്റ് ആണ് നമ്മളെ വീട്ടിലൊക്കെ ഇലക്ട്രിസിറ്റി ഒക്കെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത് കിലോ വാട്ട് അവർ. നമുക്ക് കേട്ടിട്ടുള്ളതാണ്, 10ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കിലോ വാട്ട് അവർ. അതിലൊരു വാട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കുക എന്തിന്റെ യൂണിറ്റാ? പവറിന്റെ യൂണിറ്റ് ആണ്. പക്ഷേ കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് പവറിന്റെ യൂണിറ്റ് അല്ല. കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് എനർജിയുടെ യൂണിറ്റ് ആണ്. കേട്ടോ, അത് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്, ട്രൂ ഓർ ഫാൾസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് അതിൽ വാട്ട് ഉള്ളത് കൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് പവറിന്റെ യൂണിറ്റ് ആണെന്ന്. പവറിന്റെ യൂണിറ്റ് അല്ല. കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് എനർജിയുടെ യൂണിറ്റ് ആണ്. ഇലക്ട്രിക്കൽ എനർജി കൺസപ്ഷൻ, നമ്മുടെ വീടുകളിലും എവിടെയെങ്കിലും ഒക്കെ ഉള്ള ഇലക്ട്രിക്കൽ എനർജിയുടെ എത്രയാണ് ഇലക്ട്രിക് എനർജി യൂസ് ചെയ്തിട്ടുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് കിലോ വാട്ട് അവർ എന്ന് പറയുന്നത്. ഒരു കിലോ വാട്ട് അവർ എത്ര ജൂൾ ആണെന്ന് കൺവെർട്ട് ചെയ്യണം, പഠിക്കാൻ അടുത്ത്. അപ്പൊ അതിനുവേണ്ടി ജൂളിലോട്ട് മാറ്റിയാണ്. ജൂളിലോട്ട് മാറ്റുമ്പോൾ കിലോ വാട്ടിനെ മാറ്റുക. കിലോ വാട്ടിനെ മാറ്റുമ്പോൾ വാട്ടിലോട്ട് ആക്കണം. അപ്പൊ എന്ത് ചെയ്യണം? കിലോവിനെ മാറ്റുമ്പോൾ 1000. അപ്പോൾ 1000 ഇൻറ്റു അവറിനെ മാറ്റി സെക്കൻഡിലോട്ട് ആക്കണം.
ആദ്യം അവറിനെ മാറ്റി എന്തിലോട്ടാക്കണം, മിനിറ്റിലോട്ടാക്കണം. ഒരു അവർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് ആണ്? 60. ഇനി എന്തിലോട്ടാക്കണം? സെക്കൻഡിലോട്ടാക്കണം. സെക്കൻഡിലോട്ട് എന്ന് പറയുമ്പോൾ ഒരു അവർ മിനിറ്റിനകത്ത് എത്ര സെക്കൻഡ് ഉണ്ട്? 60 സെക്കൻഡ്. അപ്പൊ 60 കൊടുക്കണം. വരുമ്പോ 1 × 6 6, 6 × 6 36. ഇവിടെ 3 0, ഇവിടെ 2 0, 1 2 3 4 5 0. എളുപ്പത്തില് 3.6 × 10⁻⁶ ജൂൾ, അല്ലെങ്കിൽ 36 × 10⁵ എന്ന് എഴുതാം. കുറച്ചുകൂടെ സിമ്പിൾ ആക്കി നമ്മുടെ ടെക്സ്റ്റുകളിലൊക്കെ ഉള്ളത് 10⁻⁶ വാല്യൂ ആണ്. അപ്പോൾ ഒരു സാധനം കൂടെ ഇങ്ങോട്ട് മാറ്റി കേട്ടോ. അപ്പോൾ 1 കിലോവാട്ട് അവർ എന്ന് പറയുന്നത് 3.6 × 10⁻⁶ ജൂൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഒരു യൂണിറ്റ് കൺവേർഷൻ ആണ്. ഇപ്പോൾ പവർ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന പവർ ആണ്. പവർ എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ബൈ ടൈം ആണ്, അല്ലെങ്കിൽ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി എന്നൊരു ഫോർമുല ഉണ്ട്. അതൊരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. യൂണിറ്റ് പറയുന്നത് ജൂൾ പെർ സെക്കൻഡും പറയാറുണ്ട്, അല്ലാതെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്താണ്? വാട്ട്സിലാണ് പറയുന്നത്. ദെൻ ഒരു വാട്ട്സിനേക്കാൾ വലിയ യൂണിറ്റ് ഹോഴ്സ് പവർ ആണ്. ഒരു ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ 246 വാട്ട്സ് ചേരുന്നതാണ്. പിന്നെ നമ്മൾ പഠിച്ചത് കിലോ വാട്ട് അവർ. കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് പവർ അളക്കുന്ന യൂണിറ്റ് അല്ല, നമ്മുടെ വീട്ടിലുള്ള ഇലക്ട്രിക്കൽ എനർജിയുടെ കൺസപ്ഷൻ, അതായത് ഒരു എനർജിയുടെ യൂണിറ്റ് ആണ് എന്ത്? കിലോ വാട്ട് അവർ എന്ന് പറയുന്നത്. 1 കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ 3.6 × 10⁻⁶ ജൂൾസ് ആണ്. ഓക്കെ, അടുത്ത ടോപ്പിക് ഇതിന്റെ നമ്മളെ ലാസ്റ്റ് ടോപ്പിക്കാണ്. കൊളിഷൻസ് എന്നാണ്. കൊളിഷൻ മലയാള വാക്ക് അർത്ഥം എന്താ? കൂട്ടിയിടിക്കുക എന്നാണ്. കൊളിഷൻ എന്നാണ്. അതായത് കൊളിഷൻ എന്ന് വെച്ചാൽ ഏതെങ്കിലും രണ്ട് വസ്തുക്കൾ പരസ്പരം കൂട്ടിയിടിക്കുന്നതിനെയാണ് കൊളിഷൻ എന്ന് പറയുന്നത്. പരസ്പരമുള്ള കൂട്ടിയിടിയാണ് കൊളിഷൻ എന്ന് പറയുന്നത്. കൊളിഷൻ നമുക്ക് പഠിക്കാൻ മെയിൻ ആയിട്ട് 2 കൊളിഷനാണുള്ളത്. ഒന്ന് ഇലാസ്റ്റിക് കൊളിഷനും രണ്ടാമത്തത് ഇൻ ഇലാസ്റ്റിക് കൊളിഷനും. 2 ടൈപ്പ് കൊളിഷനാണുള്ളത്. ഒന്ന് ഇലാസ്റ്റിക് കൊളിഷനും രണ്ടാമത് ഇൻഇലാസ്റ്റിക് കൊളിഷനുമാണ്. ഇലാസ്റ്റിക് കൊളിഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ കൊളിഷൻ നടക്കുന്ന സമയത്ത് അവിടെ മൊമെന്റവും കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ ആദ്യം എത്ര ഉണ്ടോ അതിനൊരു മാറ്റവും സംഭവിക്കത്തില്ല എന്നാണ്. അപ്പൊ എങ്ങനെ? ഇൻ ഇലാസ്റ്റിക് കൊളിഷൻ the momentum and kinetic energy of the particles remains conserved. എന്ന് വെച്ചാൽ ആദ്യം എത്ര മൊമെന്റവും കൈനറ്റിക് എനർജി ഉണ്ടോ അത് തന്നെയായിരിക്കും കൊളിഷൻ നടന്നു കഴിഞ്ഞാലും ഉണ്ടാവുന്ന മൊമെന്റവും കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറയുന്നത്. ഇൻ ഇലാസ്റ്റിക് കൊളിഷൻ the momentum and kinetic energy of the particles remains conserved എന്നാണ്. ഓക്കെ, അപ്പൊ ഇൻഇലാസ്റ്റിക് കൊളിഷൻ വരുന്ന സമയത്ത് അവിടെ മൊമെന്റം മാത്രമായിരിക്കും കൺസേർവ്ഡ് എന്ന് പറയുന്നത്. കൈനറ്റിക് എനർജി എന്തായിരിക്കില്ല? കൺസേർവ്ഡ് ആയിരിക്കില്ല. അപ്പൊ മൊമെന്റം മാത്രം കൺസേർവ്ഡ് ആണെങ്കിൽ അതിന് എന്ത് പറയും? ഇൻഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറയും. ഇലാസ്റ്റിക് കൊളിഷന്റെ എക്സാമ്പിൾ പറയുന്നത് സബ് അറ്റോമിക് പാർട്ടിക്കിൾസിന്റെ കൊളിഷനാണ്. കൊളിഷൻ ഓഫ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്, അതാണ് എന്ത്? ഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറയുന്നത്. ബാക്കി സാധാരണ നമ്മുടെ നേച്ചറിൽ നടക്കുന്ന കൊളിഷൻസ് എല്ലാം എന്താണ്? നമ്മൾ കാണുന്ന കൊളിഷൻസ് എല്ലാം ഇൻഇലാസ്റ്റിക് ആണ്. കൊളിഷൻ ബിറ്റ്വീൻ 2 കാർ, 2 ഹോൾസ്, ബാള്, അതെല്ലാം എന്താണ്? ഇൻഇലാസ്റ്റിക് കൊളിഷനിൽ വരുന്നതാണ്. ഓക്കെ, അപ്പം 2 കാര്യങ്ങൾ. കൊളിഷൻ എന്ന് പറയുന്നത് 2 വസ്തുക്കൾ പരസ്പരം കൊളൈഡ് ചെയ്യുന്നതെന്ന് പറയുന്ന കൊളിഷൻ എന്ന് പറയുന്നത്. അതിൽ തന്നെ 2 ടൈപ്പ് കൊളിഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? ഇലാസ്റ്റിക് കൊളിഷനും ഇൻഇലാസ്റ്റിക് കൊളിഷൻ. ഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറയുന്നത് എന്താണ്? കൈനറ്റിക് എനർജിയും മൊമെന്റവും കൺസേർവ്ഡ് ആണെങ്കിൽ അങ്ങനെയുള്ള കൊളിഷനാണ് നമ്മൾ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറയുന്നത്. സബ് അറ്റോമിക് പാർട്ടിക്കിൾസിന്റെ കൊളിഷൻ എല്ലാം ഇലാസ്റ്റിക് ആണ്. ഇൻഇലാസ്റ്റിക് കൊളിഷൻ നടന്ന സമയത്ത് എന്ത് മാത്രം കോൺസ്റ്റന്റ് ആയിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. മൊമെന്റം മാത്രം കൺസേർവ്ഡ് ആണ്, കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആയിരിക്കില്ല. പിന്നെ നമ്മൾ പറയുന്ന ബസ്, കാർ, ഇതൊക്കെ തമ്മിൽ പരസ്പരം കൂട്ടിയിടിക്കുന്നതെല്ലാം എന്താണ്? അതിന്റെ കൈനറ്റിക് എനർജിക്ക് മാറ്റം ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് അതെന്ത് കൊളിഷനാണ്? ഇൻഇലാസ്റ്റിക് കൊളിഷനായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. പരീക്ഷയ്ക്ക് എല്ലാം ഇതിന്റെ ഡെഫിനിഷൻ ചോദിച്ചിട്ടുണ്ട്. 2 കൊളിഷനിലും കൺസേർവ്ഡ് ആയിട്ടിരിക്കുന്ന ക്വാണ്ടിറ്റി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 2 കൊളിഷൻ നടന്നാലും മാറാത്ത വാല്യൂ ആരുടേതാണ്? മൊമെന്റത്തിന്റെ വാല്യൂ ആണ്. അപ്പോൾ മൊമെന്റം എപ്പോഴും എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. ഏത് കൊളിഷൻ നടന്നാലും മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും. ഇനി ഒരു ടേം കൂടെ ഉണ്ട്. അത് കൊളിഷന്റെ ടൈപ്പ് അല്ല, ഇതിനകത്ത് വരുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പാണ്. അതിന്റെ പേര് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷൻ എന്നാണ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷൻ. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷൻ എന്നാണ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറയുന്നത് കൊളിഷൻ നടന്നതിന് ശേഷം, അതായത് ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഇങ്ങോട്ട് വരുന്നുണ്ട്,
ഡി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൽ അങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഇവ രണ്ടും കൂടെ കൊളൈഡ് ചെയ്യുന്നു, എയും ഡിയും കൂടെ. എന്നിട്ട് ഇവ രണ്ടും ഒരൊറ്റ സിസ്റ്റമായിട്ട് ചേർന്ന് സ്റ്റിക്ക് ചെയ്ത് ഒട്ടിപ്പിടിച്ചാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് പെർഫെക്റ്റ് ഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആഫ്റ്റർ കൊളിഷൻ ബോത്ത് പാർട്ടിക്കിൾസ് ആർ ട്രാവൽഡ് അലോങ് എ സെയിം ലൈൻ. കൊളിഷന് ശേഷം രണ്ട് വസ്തുക്കളും ഒരേപോലെ മൂവ് ചെയ്യുകയാണ്, ഒരൊറ്റ സിസ്റ്റമായിട്ട് യുണൈറ്റ് ചെയ്ത് ചേർന്ന് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, പെർഫെക്റ്റ് ഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറയുന്നത്. അതങ്ങനെ നമ്മളൊരു വലിയ എക്സാമ്പിൾ ഒന്നും പറയാൻ പറ്റില്ല, അതൊരു പ്രാക്ടിക്കൽ ആയിട്ട് നമ്മളതൊരു അസ്യൂം ചെയ്ത് ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ കൊളിഷൻ അതുകൂടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ കൊളിഷൻ എത്ര തരമുണ്ട്? കൊളിഷൻ മെയിനായിട്ട് 3 തരമുണ്ട്. ഏതൊക്കെ? ഇലാസ്റ്റിക്, ഇൻഇലാസ്റ്റിക്, പെർഫെക്റ്റ് ഇലാസ്റ്റിക്. ഇലാസ്റ്റിക് ആണെങ്കിൽ മൊമെന്റം കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആയിരിക്കും. ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ മൊമെന്റം മാത്രം കൺസേർവ്ഡ് ആണ്, കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ല. പെർഫെക്റ്റ് ഇലാസ്റ്റിക് കൊളിഷൻ ആണെങ്കിൽ ആഫ്റ്റർ കൊളിഷൻ ദ പാർട്ടിക്കിൾസ് ആർ മൂവ് ടു എ സിംഗിൾ സിസ്റ്റം. ഒറ്റ സിസ്റ്റമായിട്ട് പോകുന്നതിനാണ് എന്ത് പറയുന്ന നമ്മുടെ പെർഫെക്റ്റ് ഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറയുന്നത്. അടുത്ത ഹെഡിങ് ആയിട്ട് കൊളിഷൻ ഇൻ 1 ഡയമെൻഷൻ എന്ന് കൊടുത്തേ. കൊളിഷൻ ഇൻ 1 ഡയമെൻഷൻ. കൊളിഷൻ ഇൻ 1 ഡയമെൻഷൻ. കൊളിഷൻ ഇൻ 1 ഡയമെൻഷൻ നോക്കാം. അതില് ഫിഗർ നോക്കാം. എ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ പോകുന്നുണ്ട് വിത്ത് വെലോസിറ്റി u1. ബി എന്ന് പറയുന്ന വസ്തു u2. ഓക്കെ, ഇത് രണ്ടും കൂടെ ഇതിപ്പോ ബിഫോർ കൊളിഷൻ. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊളൈഡ് ചെയ്യുന്നുണ്ട് ഒരു സ്ഥലത്ത് വെച്ചിട്ട്, എയും ബിയും. എന്നിട്ട് എ എന്ന് പറയുന്ന വസ്തുവിന് വേറൊരു വെലോസിറ്റി ആവും v1, ബി എന്ന് പറയുന്ന വസ്തു v2. അത് ആഫ്റ്റർ കൊളിഷനോ. ഇത്രയും വരച്ചെടുക്കുക. കൊളിഷൻ ഇൻ 1 ഡയമെൻഷൻ കറക്റ്റ് പറഞ്ഞാൽ നമ്മൾ ഇലാസ്റ്റിക് കൊളിഷന്റെ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ബിഫോർ കൊളിഷൻ കൊളൈഡ് ചെയ്യുന്നതിന്റെ പടം, പിന്നെ കൊളൈഡ് ചെയ്തതിനു ശേഷം മൂവ് ചെയ്യുന്നത്. എഴുതിയോ? വരച്ചതിന് ശേഷം ഫോർ ആൻ ഇലാസ്റ്റിക് കൊളിഷൻ, ഫോർ ആൻ ഇലാസ്റ്റിക് കൊളിഷൻ, ഫോർ ആൻ ഇലാസ്റ്റിക് കൊളിഷൻ for an elastic collision, momentum is conserved. Momentum is conserved. Momentum is conserved. മൊമെന്റം കൺസേർവ്ഡ് എന്ന് വെച്ചാൽ ആദ്യം ഉണ്ടായിരുന്ന മൊമെന്റം തന്നെ പിന്നെ ഉണ്ടാവുമെന്നാണ്. അപ്പൊ എങ്ങനെ എഴുതാം? ആദ്യം ഉണ്ടായിരുന്ന മൊമെന്റം എത്രയാണ്? ഇതിന്റെ മൊമെന്റം, ഇതിന്റെ മാസ് m1 ഉം m2, ഇതിന്റെ m1 ഉം m2. എങ്ങനെ എഴുതാം? മൊമെന്റത്തിന്റെ ഫോർമുല മാസ് ഇൻറ്റു വെലോസിറ്റി എന്നാണ്. അപ്പൊ എങ്ങനെ എഴുതാം? m1u1, ഇതിൻ്റെതോ m2u2. അത് കൊളിഷന് മുമ്പേ ഉള്ള ടോട്ടൽ മൊമെന്റം എന്നാണ്. കൊളിഷൻ കഴിയുമ്പോൾ എന്ത് വരും? m1v1 പ്ലസ് m2v2. എഴുതി m1v1 is equal to m2v2. അതില് m1ന്റെ ടേംസിലേക്ക് ഇപ്പുറത്തോട്ട് വന്നേ. അപ്പൊ m1u1 ഇത് ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? മൈനസ് m1v1 is equal to m2v2 minus m2u2. അവിടുന്ന് ഇവിടെ m1 കോമൺ എടുത്താൽ u1 minus v1 is equal to ഇവിടെ m2 പുറത്തെടുത്താൽ v2 minus u2. ഇക്വേഷൻ നമ്പർ 1. അതൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കണം. നമുക്ക് ഇനി ആവശ്യമുണ്ട്. സോ അതുകൊണ്ട് അത് മുകളിലോട്ട് എഴുതുകയാണ്. നിങ്ങൾ എഴുതണ്ട, ഞാൻ എഴുതുന്നത് മായ്ക്കുന്നുണ്ട്. v2 minus u2. ഓക്കെ,
ഇനി അടുത്ത് നമ്മൾ ഇലാസ്റ്റിക് പൊസിഷൻ എന്ന് പറയുന്നത് അവിടെ മൊമെന്റം മാത്രമല്ല വേറെ ആരുടെ കൺസേർവ്ഡ്, കൈനറ്റിക് എനർജി ഈസ് കൺസേർവ്ഡ് കൂടെയാണ്. അപ്പോൾ താഴെ ഇഫ് കൈനറ്റിക് എനർജി ഈസ് ആൾസോ കൺസേർവ്ഡ്, ഇഫ് കൈനറ്റിക് എനർജി ഈസ് ഓൾസോ കൺസേർവ്ഡ്, ഇഫ് കൈനറ്റിക് എനർജി ഈസ് ഓൾസോ കൺസേർവ്ഡ്, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ബോഡിയുടെ കൈനറ്റിക് എനർജി എന്താ? ഹാഫ് എം വി സ്ക്വയർ ആണ് ഫോർമുല. ഹാഫ് m1u1 സ്ക്വയർ പ്ലസ് ഹാഫ് m2u2 സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹാഫ് m1v1 സ്ക്വയർ പ്ലസ് ഹാഫ് m2v2 സ്ക്വയർ. ഇവിടെ അതുപോലെ തന്നെ 1 എന്ന് പറയുന്ന ടേമിനെ എല്ലാം ഇവിടെ ഇപ്പുറത്ത് കൊണ്ടുവരിക. m2v2 സ്ക്വയർ മൈനസ് ഹാഫ് m2u2 സ്ക്വയർ. അവിടെ നിന്ന് 1/m1 പുറത്തെടുത്താൽ v1 സ്ക്വയർ മൈനസ് u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ ഈക്വൽ ടു 1/2 m2 പുറത്തെടുത്താൽ v2 സ്ക്വയർ മൈനസ് u2 സ്ക്വയർ എന്ന് കിട്ടും. കോമൺ ആയിട്ട് വരുന്ന ടേംസിനെ വെളിയെടുത്തു. ഇനി ഹാഫ് m1 അതില് ഈക്വൽ ടു അപ്പുറം ഇപ്പുറം വരുന്ന ഹാഫിനെ വെട്ടിക്കളയാം, ബാക്കി m1. നോക്കിയത് ഇതെന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അത് നമുക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. കേട്ടോ, ഇതെന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നാണ്. അതിന് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഇതുപോലെ അപ്പുറത്ത് എഴുതി കൂടെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഇക്വേഷൻ നമ്പർ 2. അത്ര എഴുത്. ഇക്വേഷൻ നമ്പർ 2 വരെ എഴുതിയോ? അടുത്ത സ്റ്റെപ്പില് ഇക്വേഷൻ നമ്പർ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 1. അതായത് ഇക്വേഷൻ നമ്പർ 2 ഒന്നുകൂടെ എടുത്ത് എഴുതണം. ഇക്വേഷൻ നമ്പർ 1നെ കൊണ്ടുവരിക. താഴെ കൊണ്ടുവരിക. അപ്പൊ m1 ഇവിടെ വെട്ടിപ്പോവും, u1 വെട്ടിപ്പോവും, m2 വെട്ടിപ്പോവും, v2 വെട്ടിപ്പോവും. ബാക്കി എന്ത് വരും? u1 plus v1 is equal to v2 plus u2. ഇങ്ങനെ യുവിനെ ഒരുമിച്ചാക്കണമെങ്കിൽ u1 minus u2 is equal to v2 minus v1. ഇതാണ് 1 ഡയമെൻഷണൽ കൊളിഷനകത്ത് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത്. 2 ഡയമെൻഷനിൽ അങ്ങനെ ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം 2 ഡയമെൻഷനിൽ 2 കോർഡിനേറ്റ് വരും. ഇവിടെ കോസ് തീറ്റയും സൈൻ തീറ്റയും കൂടെ അന്നാണ് വരുന്നത്. അതങ്ങനെ ചോദിക്കാറില്ല, ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. u1 മൈനസ് u2 എന്ന് വെച്ചാൽ എന്താ? u12 എന്നാണ്. അതായത് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ഫസ്റ്റ് ബോഡി വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് എന്നാണ്. അതും v21 ആഫ്റ്റർ കൊളിഷന് ശേഷമുള്ള വെലോസിറ്റി, അതായത് രണ്ടാമത്തെ ബോഡിയുടെ വെലോസിറ്റി എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും കേട്ടോ. കൊളിഷന് മുമ്പേ ഒന്നാമത്തെ ബോഡിയുടെ വെലോസിറ്റിയും കൊളിഷന് ശേഷം രണ്ടാമത് വരുന്ന വെലോസിറ്റിയുടെയും റിലേറ്റീവ് വെലോസിറ്റികൾ എന്തായിരിക്കും? പരസ്പരം ഈക്വൽ ആയിരിക്കും എന്നുള്ള പ്രൂഫാണ് ആ കിടക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് എഴുതി പഠിക്കണം കേട്ടോ. ഡെറിവേഷൻ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ വർക്ക് എനർജി പവർ എന്ന് പറയുന്ന പാഠത്തിനകത്ത് പഠിക്കാനുള്ളത്. കൂടുതലും തിയറി പോർഷൻസ് ആണ്. ഡെറിവേഷൻസ് വളരെ ചെറിയ ഡെറിവേഷൻസേ ഉള്ളൂ. അതിൽ ആ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ഓഫ് എ ഫ്രീലി ഫാളിംഗ് ബോഡിയോ അല്ലെങ്കിൽ സ്പ്രിംഗ് ഫോഴ്സിന്റെ വാല്യൂ ഉറപ്പായിട്ടും ഡെറിവേഷൻ ചോദിക്കുന്നതാണ്. പിന്നെ വർക്ക് എനർജി തിയറം നമ്മളൊരു ഡെറിവേഷൻ അല്ല, അതൊരു ചെറിയൊരു വാല്യൂ പോലെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കണം. പിന്നെ 1-2 ഹോംവർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് പ്രോബ്ലങ്ങൾ അത് നിങ്ങൾ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം കേട്ടോ. അല്ലെങ്കിൽ ഡൗട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ
ഇത് മെസ്സേജ് ഇട്ടുന്നാൽ മതി, അടുത്ത ക്ലാസ്സിൽ ഞാൻ വരുമ്പോൾ അത് ചെയ്തുതരാം. ഇപ്പോൾ തൽക്കാലം ക്വസ്റ്റ്യൻ എഴുതിക്കോ. അതായത് നമ്മൾ പ്രൊജക്ഷനൊക്കെ ചെയ്യുന്ന ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്ന ക്വസ്റ്റ്യൻസ്, ഡോട്ട് പ്രോഡക്റ്റ്, സ്കെയിലർ പ്രോഡക്റ്റ് എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അല്ലാതെ വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അതിൽ 6.2 6.3 6.5 then 6.11 അതൊക്കെ തന്നെ. അത്രയും ക്വസ്റ്റ്യൻസ് അത് ചെയ്ത് നോക്കുക കേട്ടോ. ഡൗട്ട് എന്തെങ്കിലും സെൻഡ് ചെയ്ത് തരണം നിങ്ങളത്, ഞാൻ നോക്കാതെ. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ ഡൗട്ട് കൂടെ പറയണം. അപ്പം ഞാൻ അത് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഇതേപോലെ ക്ലാസ്സിൽ വരുന്ന സമയത്ത് ചെയ്യിപ്പിക്കാം. പിന്നെ എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. ടു ഡയമെൻഷൻ്റെ കേസ് അങ്ങനെ പഠിക്കണ്ട, ബാക്കി ടോപ്പിക്സ് അത്രയും നോക്കിയാൽ മതി. പിന്നെ ഒരു കാര്യം കൂടെ, ഞാൻ നിങ്ങളെ എക്സാമ്പിൾ 5.2, അതായത് നമ്മൾ ഈ പാഠത്തിലുള്ള അല്ല, 5.2 ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് കൂടെ നോക്കണം കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് 5.2. ഓക്കെ, അപ്പോൾ നമ്മുടെ 6ാമത്തെ പാഠം ഇതോടെ കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത് 7ാമത്തെ ചാപ്റ്ററാണ്. അത് കുറച്ച് നമ്മൾ പഠിച്ചിട്ടില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു ടഫല്ല, നമ്മൾ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ബേസും നമുക്ക് അറിഞ്ഞത് തന്നെ അല്പം അത് ടഫായിട്ട് തോന്നും. പഠിച്ചെടുക്കുക, അതുകൊണ്ട് ആദ്യം തൊട്ട് തന്നെ പഠിക്കുക. ഈ പാഠം പഠിച്ചു കൊടുക്കണം, ഹോംവർക്ക് കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാ ഏകദേശം എല്ലാം ഓക്കെ. താങ്ക് യു.